ആലുവയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യാത്രക്കാരനെ അടിച്ചു വീഴ്ത്തി സ്വർണ്ണമാലയും മൊബൈലും കവർന്ന കേസിലെ പ്രതിയും സഹായിയും റെയിൽവേ പോലീസിന്റെ പിടിയിലായി. പത്തനാപുരം സ്വദേശി ചാർലി എന്നറിയപ്പെടുന്ന സുകേഷും സഹായി എബിയും ആണ് പിടിയിലായത്. ഏപ്രിൽ 6-നാണ് തൃശൂർ കൊരട്ടി സ്വദേശി സുനിൽ കുമാറിനെ ആക്രമിച്ച് പ്രതികൾ കവർച്ച നടത്തിയത്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടക്കിയ യാത്രയിലായിരുന്നു കൊരട്ടി സ്വദേശി സുനിൽകുമാർ. ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിലെ ആദ്യ ബോഗിയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സുനിൽകുമാറിന് നേരെ ആക്രമണമുണ്ടായത്. പിന്നിൽ നിന്ന് വന്ന പ്രതി സുനിലിന്റെ സ്വർണ്ണമാലയിൽ പിടുത്തമിട്ടു. മോഷണശ്രമം പ്രതിരോധിക്കുന്നതിനിടെ സുനിൽകുമാറിനെ പ്രതി സുകേഷ് ആക്രമിക്കുകയും ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയുമായിരുന്നു. ആക്രമണത്തിൽ സുനിൽകുമാറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മാലയും ഫോണും കവർന്ന പ്രതി സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. ഇതിനു മുമ്പ് ഞാനിവനെ കണ്ടിരുന്നത് ആ ട്രെയിനിൽ വെച്ച് ഇതുപോലെ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കണം. പ്ലാറ്റ്ഫോമല്ല, ട്രെയിനിൽ ഇരിക്കുക. താഴെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നോട് പറയാ, ഞാനൊരു വീഡിയോ വലിക്കാൻ പോകണം, അത് കാരണം മുഖത്തേക്ക് പോകരുത്, അതാണ് ഞാൻ വലിക്കും എന്നുള്ളൊരു നിർബന്ധപൂർവമായ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്ക് അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണയാണ് പെട്ടെന്നുള്ള അറ്റാക്കിങ് പറഞ്ഞത്. പ്ലാറ്റ്ഫോമിൽ CCTV ഇല്ലാതിരുന്നതിനാൽ പ്രതിയെ പിടികൂടുന്നത് റെയിൽവേ പോലീസിന് വലിയ വെല്ലുവിളിയായി. സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോൺ കോളോ CCTV ഒക്കെയാണ് ഈ നമ്മുടെ ഈ മോഡേൺ യുഗത്തിലൊരു ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് രണ്ടുമില്ലാതെ നമ്മളെ ടീമിൻ്റെ ഒത്തൊരുമയാണ് അത് ഈ കേസ് തെളിയിക്കാൻ റിക്കവർ ചെയ്തിട്ടുണ്ട്. മോഷ്ടിച്ച സ്വർണം പ്രതി ആലപ്പുഴയിൽ വിറ്റു. തുമ്പോളി സ്വദേശിയും സഹായിയുമായ എബിയാണ് സ്വർണം വിൽക്കാൻ പ്രതിയെ സഹായിച്ചത്. തൊണ്ടി മുതൽ പോലീസ് കണ്ടെത്തി. നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് സുകേഷെങ്കിലും ഇയാൾക്കെതിരെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.